എൻ്റെ അളിയ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ റിസപ്ഷൻ. ഇതൊക്കെ നല്ല സംഭവം. ഈ ഹാങ്ങിങ്സ് ഒക്കെ എന്നൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇത് നാസി ലമാക്ക് എന്ന സംഭവമാണ്. ലൈക്ക് സമ്പൽ, ബീൻസ്, പിന്നെ സോസേജ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഫ്രൈസ്, സേമിയ പൊട്ടറ്റോ സംഭവമാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇതൊരു ഗണേശ ടെമ്പിളാണ്. നമ്മൾ സ്റ്റേയുടെ തൊട്ടടുത്തുള്ളതാണിത്. ഇത് ഇവിടെ അടുത്തുള്ളൊരു സ്ട്രീറ്റാണ്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റും. നമുക്ക് ഇന്നലെ നമ്മൾ ഈവനിങ് കഴിച്ച റെസ്റ്റോറൻ്റൊക്കെ ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻ്റാണ്. നമ്മളെന്ന് ദത്തറൻ മർദ്ദയൊക്കെ എത്തിയിരിക്കുന്നു. ഇച്ചിരി പഴയ, ഇച്ചിരി നോണായിട്ടുള്ള പ്ലേസാണ്. അങ്ങനെ വലിയ ഇതൊന്നുമില്ലെന്നാണ് പറയുന്നത്. പണ്ടത്തെ ഹൈക്കോർട്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇച്ചിരി പഴയ സ്ട്രക്ചറാണ്. ആർക്കിടെക്ചർ കാണാനും ഉണ്ട്. ഓക്കെ, നമ്മളിപ്പം കിങ്സ് പാലസിലോട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി മാസീവായിട്ടുള്ള ഒരു ആർച്ചാണ്. ഇവിടെ ഫുള്ള് ചൈനക്കാരാണ് കൂടുതലുള്ളത് ഇല്ലേ. ഇതിൻ്റെ പേര് ഇസ്താന നെഗാര എന്നാണ് കേട്ടോ. ഗൈസ്, വെൽക്കം ടു ദ മെമ്മോറിയൽ. മലേഷ്യയിലെ പോരാളികളുടെ മെമ്മോറിയലായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇതാണ് അതിൻ്റെ സ്റ്റാച്ചു. എൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കാണിക്കാം. നല്ല വൃത്തിയും ഇങ്ങനെയുള്ള സ്ഥലം. ട്വിൻ ടവേഴ്സിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്സാണ്. അതിലും ഒരു ട്വിൻ ടവറുണ്ട്. ഗൈസ് ആൻഡ് നാട്ടുകാരെ, ഇതാണ് നമ്മുടെ KL ടവർ ഡേ ടൈം വ്യൂ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. കുറച്ച് കോൾഡ് ടീ ആയിക്കോട്ടെ. ബോബെ, ഇതാണ് നമ്മുടെ ചായക്കട. നമ്മളിതാ KLCCയുടെ ഫുഡ് സ്പോട്ടിൽ നിൽക്കുകയാണ്. ആക്ച്വലി താൻ റെസ്റ്റോറൻറ്റ് ഹിയർ. ഐ ലവ് യു എന്നെല്ലാം കട വെച്ചെടുക്കാൻ പാണേ. തന്നെ അങ്ങനൊരു കടയിൽ വന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നാസി ബസ്മതിയോ എന്താണ്. So guys, I present you Nasi Kukus Basmati. സാലഡ് തന്നിട്ടുണ്ട്. സമ്പൽ ആൻഡ് മുട്ട. നമ്മളൊരു അയ്യം ഗോറങ് വാങ്ങിച്ചിട്ടുണ്ട്. അയ്യം ഗോറങ് ആക്ച്വലി ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ എവർ ടൈം ഫേവറേറ്റ് കോക്ക്. വെട്ടി അടിയാണ്. അടി അതിനുണ്ട്. അബിയും സെയിം തന്നെയാണ് വാങ്ങിച്ചത്. ഇത് വെജിറ്റേറിയൻ ആണല്ലേ? ഇത് വെജാണ്, പക്ഷേ മുട്ടയുണ്ട്. ആക്ച്വലി ഇപ്പം വെജിറ്റേറിയനിൽ മുട്ടയും ചേരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. വെജിറ്റേറിയനൊക്കെ മാറി വെജിറ്റേറിയൻ വെജിറ്റേറിയനായി. അതായത് ക്യാരറ്റും ബ്രോക്കോളി ഇടുമ്പോൾ വെജായി. അത് തന്നെ. പൈസ കുറച്ച് വെറുതെ കിട്ടാൻ
KL ടവറിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ KL ടവറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അബി? നമ്മൾ KL to KLലേക്ക് വന്നിരിക്കുകയാണ്. കേരള ടു കോലാലംപൂർ. അപ്പം ഇവിടുത്തെ KL ടവറാണത്. പിന്നെ ഒന്നുമില്ല. ഓക്കെ, നമ്മളിതാ KL ടവറിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ എൻട്രൻസ് ആർച്ച്. ഉള്ള സ്ട്രക്ചർ തന്നെയല്ലേ, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ. നമ്മളിപ്പം KL ടവറിൻ്റെ ഒരു ബസ് പാർക്കിങ്ങിലാണുള്ളത്. ബസ് വരുന്ന ഏരിയയാണ്. ഇവിടെ ഫുൾ ഷട്ടിലൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ പോയിൻറ്റ്സ്. ഇവിടെ നിന്നൊക്കെ ഇവിടെയൊക്കെ പോകാമെന്നുള്ളത്. നമ്മളിങ്ങനെ ഈ വഴി നടന്ന് ഇങ്ങനെ മേലോട്ട് പോകും. നമ്മളിത് എൻട്രൻസിൽ എത്തി. അകത്തോട്ട് നടന്നു പോകണം. അങ്ങനെ നമ്മൾ KL ടവറിലോട്ട് പോവുകയാണ്. എൻട്രി ഏകദേശം ടിക്കറ്റ് 2 പേർക്ക് 3200 രൂപ ആയിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു ദ സ്കൈ ഡെക്ക്. അബി എൻ്റെ കൂടെ ഉണ്ട്. So we are moving to the deck now. Hope this will be an awesome experience. നമ്മൾ മലേഷ്യ കാണുകയാണ് നാട്ടുകാരി. നമ്മളിപ്പോൾ സ്കൈ ബോക്സിലോട്ട് പോവുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ, awesome. അതും കറക്റ്റ് സൺസെറ്റ് ടൈം. നൈസ് ടൈം ടു ബി ഹിയർ. നമ്മളിതാണ് സ്കൈ ബോക്സ്. നമ്മളിലോട്ട് പോവുകയാണ്. So yeah, we are going in. Nice. Just see the view. താഴോട്ട് നോക്കിയാൽ എൻ്റെ അളിയ. നമ്മൾ ഈ കാണുന്ന വലിയ ഈ ടവറാണ് വേൾഡ്സിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടവർ. ബുർജ് ഖലീഫയുടെ തൊട്ട് താഴെ ഹൈറ്റിൽ നിൽക്കുന്ന ടവറാണ്. 118 എന്നാണ് ടവറിൻ്റെ പേര്. ഇവിടെ KLാണുള്ളത് ഈ ടവർ. ഒരു 3-3:30 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തി. ഈവനിങ് ആണ് നമ്മൾ വന്നത്. ഈവനിങ് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം സൺസെറ്റ് ടൈമിൽ മേലെ ടവറിൻ്റെ മേലെ നിൽക്കണം എന്നുള്ളതായിരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ നൈറ്റ് വ്യൂ ഫ്രം KL ടവർ. യു ക്യാൻ സീ ഓഫ് മലേഷ്യ. ഇവിടെ നമ്മുടെ എല്ലാ ടവേഴ്സിൻ്റെയും പേരും ഹൈറ്റും പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് നമ്മൾ KL ടവറിലെ ആ ലൈറ്റ് ഷോയും നൈറ്റ് വ്യൂവും എല്ലാം കണ്ടിട്ട് നമ്മളത് ആ ബുക്കിറ്റ് ബിൻഡാങ്ങിലെത്തി. ബുക്കിറ്റ് ബിൻഡാങ് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ നൈറ്റ് വ്യൂവും ഇവിടുത്തെ മോൾസിൻ്റെ ലൈറ്റപ്പും എല്ലാം അടിപൊളി. നമ്മളിവിടെ നിന്ന് കഴിച്ച് ഇനി നമ്മൾ ഇവിടെ അടുത്തൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഫുഡ് സ്ട്രീറ്റ്. ഇവിടുത്തെ ചൈനീസ് എല്ലാ ഐറ്റംസും ഉണ്ട്.